ടെലഗ്രാമിന് രാജ്യത്ത് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച തടയാനാണ് നടപടി. ഈ മാസം 22 വരെയാണ് നിയന്ത്രണം. നടപടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സ്വാഗതം ചെയ്തു. ടെലഗ്രാം പ്ലാറ്റ്ഫോമിലെ ആക്സസുകളിലാണ് നിയന്ത്രണമുള്ളത്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ടെലഗ്രാമിൽ സജീവമായിരുന്ന നിരവധി ചാനലുകൾ നീക്കി. ഈ മാസം 30 വരെ മെസ്സേജ് എഡിറ്റിംഗും മരവിപ്പിച്ചു. ജൂൺ 21-നാണ് നീറ്റ് പുനഃപരീക്ഷ. പരീക്ഷയുടെ വിശ്വാസ്യത നിലനിർത്താൻ നടപടി അനിവാര്യമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. വിവരങ്ങളുമായി കിരൺ ബാബു ചേരുന്നു. കിരൺ, അങ്ങേയറ്റം നാണം കെട്ടിരിക്കുകയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും കേന്ദ്ര സർക്കാരും ഒക്കെ. ഇപ്പോൾ 21-ന് നടക്കുന്ന പരീക്ഷ കുറ്റമറ്റതാക്കാനുള്ള എന്തൊക്കെ നടപടികളാണ് നടക്കുന്നത്? രേണുക, നീറ്റ് UG പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ച കേന്ദ്ര സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും കടുത്ത നാണക്കേടുണ്ടാക്കിയിരുന്നു. എത്രയോ കുട്ടികൾ 1 വർഷവും 2 വർഷവും ഒക്കെ നീണ്ട പരിശീലനത്തിന് ശേഷം എഴുതുന്ന ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയുടെ വിശ്വാസ്യതയിൽ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ഉണ്ടായിരുന്ന ഒരു വിശ്വാസ്യത കൂടിയാണ് നഷ്ടമായത്. അത് പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള അതിവിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വ്യോമസേനയുടെയും സൈന്യത്തിൻ്റെയും അടക്കം സഹായം തേടിയിട്ടുണ്ട്. കാരണം യാത്രക്കിടയിലൊന്നും ഇത്തരം ചോർച്ചകൾ ഉണ്ടാവരുത്, അതിനുള്ള മുൻകരുതൽ എടുക്കുന്നു. അതോടൊപ്പം തന്നെ പരീക്ഷാ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കിയ വ്യക്തികളെ പ്രത്യേകം ലോക്ക്ഡൌണിൽ എന്ന പോലെ അവർക്ക് പ്രത്യേകമായ സ്ഥലത്ത് അവരെ മറ്റ് പുറം ലോകവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് താമസിപ്പിക്കുക തുടങ്ങിയ നടപടികൾ എടുത്തിട്ടുണ്ട്. പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലും, ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലും ചോർച്ചയ്ക്കുള്ള എല്ലാ വഴികളും പൂർണ്ണമായും അടച്ച് അത്തരം ഒരു പരീക്ഷയ്ക്കാണ് ഒരുങ്ങുന്നത്. അതോടൊപ്പമാണ് ഇപ്പോൾ ടെലഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 22-ാം തീയതി വരെയാണ് പരീക്ഷ നടക്കുന്നത്. 21 കഴിഞ്ഞാൽ 22 വരെയാണ് നിയന്ത്രണമെങ്കിലും IT മന്ത്രാലയം ടെലഗ്രാമിന് അയച്ചിരിക്കുന്നത് 30-ാം തീയതി വരെ ഇത്തരം ഫോർവേഡ് മെസ്സേജുകളുടെ എഡിറ്റിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ അതെല്ലാം നിർത്തലാക്കണം എന്നുള്ളതാണ്. അത് തൽക്കാലത്തേക്ക് ഫ്രീസ് ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങളുണ്ട്. കഴിഞ്ഞ തവണ ഈ ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴിയൊക്കെ ആയിരുന്നു ഇത്തരത്തിലേക്കുള്ള ചോദ്യപേപ്പർ ചോർത്തിയ ചോദ്യപേപ്പർ അയച്ചു കൊടുത്തിരുന്നത്. ചില ഗ്രൂപ്പുകളിൽ അങ്ങനെ ചോദ്യപേപ്പറുകൾക്ക് വേണ്ടി ചില പ്രത്യേക ടെലഗ്രാം ഗ്രൂപ്പുകളുമൊക്കെ തുടങ്ങിയിരുന്നു. ആ ഗ്രൂപ്പുകളെല്ലാം ഇപ്പോൾ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഉന്നയിക്കുന്ന ഒരു ചോദ്യം, കഴിഞ്ഞ തവണ ടെലഗ്രാമാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചെങ്കിൽ ഇതുപോലെ സമാനമായ മറ്റനേകം ചോദ്യപേപ്പറുകളോ അല്ലെങ്കിൽ വിവരങ്ങളോ അയച്ചു കൊടുക്കാൻ കഴിയുന്ന കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഉള്ള അനവധി ആപ്പുകൾ ലഭ്യമാണ്. അപ്പോൾ ഈ ആപ്പുകളിലൂടെയൊക്കെ ഈ ടെലഗ്രാം മാത്രം നിരോധിച്ചാൽ മറ്റ് ആപ്പുകളിലൂടെയുമൊക്കെ ഇത് ചെയ്തുകൂടെ എന്നുള്ള ചോദ്യമൊക്കെ അപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇനി ഒരിക്കൽ കൂടി ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായാൽ അത് ഗൗരവമായ നാണക്കേടാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി വീഴ്ചയുടെ എല്ലാ പഴുതുകളും അടയ്ക്കുക, അതിനുവേണ്ടി ഉയരുന്ന വിമർശനങ്ങളൊക്കെ കണക്കാക്കാതെ അത്തരം പഴുതുകളെല്ലാം അടയ്ക്കുക എന്ന ലക്ഷ്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ടെലഗ്രാമിനടക്കം ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും പുനഃപരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് കടുത്ത വെല്ലുവിളിയാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പഴുതുകൾ പോലും അത് അനുവദിക്കരുത് എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ സർക്കാരുള്ളത്. ശരി, കിരൺ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.